കാലങ്ങളായി നിലനിൽക്കുന്ന ദേവികുളം താലൂക്കിലെ പട്ടയ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുമെന്ന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ പ്രഖ്യാപനം ഏറെ ആശ്വാസകരമാണെന്ന് CPI ദേവികുളം മണ്ഡല കമ്മിറ്റി. നിരവധിയായ പ്രതിഷേധങ്ങളും CPI നേതൃത്വത്തിൽ നടത്തിയ സാഹചര്യവും ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. നിലവിൽ കുറ്റ്യാർ വാലിയിലെയും നീലക്കുറിഞ്ഞിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നടപടി സ്വീകരിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് CPI ദേവികുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു. വട്ടവട പഞ്ചായത്തിലെ കൊട്ടാക്കമ്പൂർ വട്ടവട വില്ലേജുകളിലായി നിലനിൽക്കുന്ന നീലക്കുറിഞ്ഞി ഉദ്യാനവുമായി ബന്ധപ്പെട്ട അതിർത്തി നിർണയ സർവേകൾ അടുത്ത ദിവസം തന്നെ ആരംഭിക്കുമെന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഇടുക്കിയിലെത്തി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതിനായി സർവേ ടീമിന് വാഹനമടക്കമുള്ള സൗകര്യങ്ങളും നൽകി കഴിഞ്ഞു. കുറ്റ്യാർ വാലിയിലെ സർവേ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. നടപടികൾ വേഗത്തിലാക്കാൻ 6 RIമാരെ കൂടി ഇടുക്കി ജില്ലാ കളക്ടർ നിയമിച്ചു. കുറ്റ്യാർ വാലിയിൽ 10 സെന്റ് സ്ഥലം നൽകിയിരിക്കുന്ന 770 പേർക്ക് പ്ലോട്ട് തിരിച്ച് ഭൂമി കണ്ടെത്തി സർവേ പൂർത്തീകരിച്ചു. 5 സെന്റ് നൽകിയിരിക്കുന്ന 2229 പേരിൽ 1849 പേരുടെ പ്ലോട്ട് തിരിച്ച് സർവേ പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവയും അതിവേഗം പൂർത്തീകരിക്കുവാനും നിർദ്ദേശം നൽകി. ഇതോടൊപ്പം മൂന്നാർ കുണ്ടള സാന്റോസ് കോളനിയിലെ 240 പട്ടയ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. വാഗുവര SC കോളനിയിലെ പട്ടയം പരിശോധിക്കുവാൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കച്ചേരി സെറ്റിൽമെന്റ്, അന്തോണിയാർ കോളനി എന്നിവിടങ്ങളിൽ ഭൂമി കാണിച്ചു നൽകിയിട്ടില്ല. ഇത് പരിഹരിക്കുവാനും തഹസിൽദാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. മന്ത്രിയുടെ ഇടപെടലിൽ കാലങ്ങളായി നിലനിന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും മന്ത്രി കെ രാജനെയും ഇടത് സർക്കാരിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും CPI ദേവികുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു. വട്ടവട നീലക്കുറിഞ്ഞി സാങ്ച്വറിയുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം 20 വർഷക്കാലമായി നിലനിന്നിരുന്ന പ്രശ്നത്തിന് അന്തിമമായി പരിഹാരം കണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ദിവസം തന്നെ ബുധനാഴ്ച ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സബ് കളക്ടറും മറ്റും സർവേ ഡിപ്പാർട്ട്മെന്റ് അടഞ്ഞുതിരിക്കാനുള്ള ആദ്യഘട്ട നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണ്. അങ്ങനെ ദേവികുളം താലൂക്കിലെ വിവിധങ്ങളായിട്ടുള്ള ഭൂമി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കേരള സർക്കാരും സഹോ കെ രാജനും നടപടിയെടുത്തതിന് ദേവികുളം മണ്ഡല കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അഭിനന്ദനവും നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളും. സിറ്റി വിഷൻ മൂന്നാർ.